ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന പ്രമേഹ രോഗവും ഒബീസിറ്റി അമിതവണ്ണത്തിനെ പറ്റിയാണ്. പലപ്പോഴും നമുക്കറിയാം പ്രമേഹ രോഗം കൂടുതലായി കണ്ടുവരുന്നത് അമിതവണ്ണമുള്ളവരിലാണ്. അതുകൂടാതെ മെലിഞ്ഞ ആൾക്കാരും കാണാം. പ്രത്യേകിച്ച് ടൈപ്പ് 1 ഡയബറ്റിസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് മെലിഞ്ഞോളായിരിക്കും. അവർക്ക് നേരത്തെ തന്നെ ഷുഗർ, ചെറിയ പ്രായത്തിൽ തന്നെ ഷുഗർ ഉണ്ടായാലും തീർത്തും മെലിഞ്ഞായിരിക്കും. മസിൽ മാസൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റിസ് 90% ആൾക്കാരും കാണുന്ന ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. അപ്പോൾ അവർ നമ്മൾ കാണുമ്പോൾ കൂടുതലായിട്ട് നമുക്കറിയാം കുറച്ച് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ അമിതവണ്ണം കാണും. കൂടുതലായിട്ട് നമുക്ക് ഏഷ്യൻ ഇന്ത്യൻ ഫിനോടൈപ്പ് എന്ന് പറയും. കൂടുതലായിട്ട് അബ്ഡോമിനൽ ഒബിസിറ്റി. അപ്പോൾ ഇന്ത്യൻ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 3% ആൾക്കാർക്ക് ഒബീസാണ്. അതിൽ തന്നെ ഒരു 39% ആൾക്കാർക്കും കൂടുതലായിട്ട് അബ്ഡോമിനൽ ഒബിസിറ്റിയാണ്. അതായത് നമുക്ക് വയറിന് ചുറ്റുമാണ് ഫാറ്റ്, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ചുറ്റുമായിട്ടാണ് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ ഫാറ്റ് ഇൻറ്റേർണൽ ഓർഗൻസ് ചുറ്റും വരുന്ന മൂലം നമുക്ക് കാർഡിയാക് റിസ്ക് കൂടുതലാണ്. അതുകൂടാതെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഡയബറ്റിക് നെഫ്രോപ്പതി, ന്യൂറോപ്പതി, റെറ്റിനോപ്പതി ഇതൊക്കെ കൂടാൻ ചാൻസ് കൂടുതലാണ്. കൂടാതെ നമുക്കറിയാം സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഇത് രക്തക്കുഴലിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ഫാറ്റ്, ഹൈ കൊളസ്ട്രോൾ ഉണ്ടാകാനും ഞരമ്പുകൾ, രക്തക്കുഴലുകൾ ബ്ലോക്ക് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെയ്റ്റ് മാനേജ്മെൻറ്റ്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിൽ നമ്മൾ 1 കിലോഗ്രാം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം 1 കിലോഗ്രാം നമുക്ക് വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഷുഗർ അല്ലാത്തവർക്ക്, ഒബീസ് ആൾക്കാർക്കാണെങ്കിൽ 16% ഷുഗർ വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ 1 കിലോഗ്രാം വെയിറ്റേലും കുറയ്ക്കാൻ നമുക്ക് നടന്നോ ഡയറ്റ് മാനേജ്മെൻറ്റോ ഇപ്പം ഡയറ്റൊക്കെ നോക്കി ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ ഒരു 16% ഷുഗർ വരാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് അമിതവണ്ണക്കാർക്ക് ഇപ്പോൾ എക്സസൈസ് ഇല്ല, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, ഡയറ്റ് ശ്രദ്ധിക്കുന്നില്ല, 100 കിലോഗ്രാമിനോട് തൂക്കമുണ്ട്. അപ്പോൾ അവർക്ക് മറ്റുള്ള നോർമൽ വെയിറ്റ് ഉള്ളവരെക്കാളും നമുക്കറിയാം കാർഡിയാക് റിസ്ക് ഉണ്ട്, ഡയബറ്റീസിനുള്ള റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നോർമൽ ഷുഗർ ഉള്ളവരാണ്. ഇപ്പം പ്രമേഹ രോഗം അമിതവണ്ണമാണെങ്കിൽ നമുക്കറിയാം. അപ്പം ഡയബറ്റീസ് റിവേഴ്സൽ റിമിഷൻ നമ്മൾ പറയും 1 കിലോഗ്രാം കുറയ്ക്കുകയാണെങ്കിൽ 10 മില്ലിഗ്രാം ഷുഗർ കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 10 കിലോഗ്രാം കുറയുകയാണെങ്കിൽ 100 മില്ലിഗ്രാം ഷുഗർ തന്നെ ചിലപ്പോൾ നോർമൽ, നമുക്ക് മരുന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഡയറ്റിലാണ്. പലപ്പോഴും നമ്മൾ അപ്പോൾ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, ഇപ്പം ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ചു, നമ്മൾ ഇതുകൂട്ട് പ്രോട്ടീനും ഫാറ്റും ഒരു 30-20% എടുത്ത് കാർബോഹൈഡ്രേറ്റ് 50% ആക്കി ആ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യും. ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് വേണ്ട ജോബിനനുസരിച്ച്, സർട്ടറി ജോബാണ് 1500 കലോറി. അപ്പോൾ നമുക്ക് നല്ല കട്ടിപ്പണിക്കുകയാണെങ്കിൽ 2500 കലോറി. അങ്ങനെ കലോറികളെ കുറച്ച് നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി 1/2 മണിക്കൂർ, ഒരു ദിവസം ഒരു 1/2 മണിക്കൂർ, അത് എല്ലാ ദിവസവും വേണ്ട, ആഴ്ച 5 ദിവസം വെച്ച് ചെയ്ത് നമുക്ക് വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗറും കൺട്രോൾ ചെയ്യാൻ പറ്റും, കാർഡിയാക് റിസ്ക് ഒഴിവാക്കാൻ പറ്റും. പലപ്പോഴും ഇത് തന്നെ നമുക്ക് ഫാറ്റി ലിവറായിട്ട് മാറും. അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയും. നമുക്ക് ആൽക്കഹോൾ അല്ലാതെ തന്നെ ഈ അമിതവണ്ണം, കൊഴുപ്പ് കൂടുതലായിട്ടുണ്ടാകുകയും അത് ലിവറിൽ അടിഞ്ഞു കൂടാൻ കൂടി ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകും. നമ്മൾ അതിന് പഠനങ്ങളെ തെളിയിക്കുന്ന പലപ്പോഴും നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതാണ്. ഈ അമിതവണ്ണക്കാർ നമ്മളൊരു 10 കിലോഗ്രാം കുറച്ചു, 5 കിലോഗ്രാം കുറച്ച് കഴിഞ്ഞാൽ അവർ HbA1c നല്ല നോർമലാകുന്നുണ്ട്, 7 താഴെ വരുന്നുണ്ട്, മരുന്നുകൾ ഷുഗറിൻ്റെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, BP നല്ല, പ്രഷർ നല്ല കൺട്രോൾ ആകുന്നുണ്ട്, കാർഡിയാക് റിസ്ക് കുറയ്ക്കുന്നു. അതുകൂടാതെ ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡയബറ്റിക് നെഫ്രോപ്പതി അല്ലെങ്കിൽ കിഡ്നിക്ക് വരുന്ന ഡാമേജ്, കിഡ്നിയിൽ നമുക്ക് പലരും വന്ന് പറയും നമുക്ക് എൻ്റെ കിഡ്നി യൂറിനിൽ പത കാണുന്നു. പലപ്പോഴും നമുക്കറിയാം കിഡ്നി ആൽബുമിൻ ഫിൽറ്റർ ചെയ്ത് വിടുമ്പോഴാണ് പത കാണുന്നത്. അപ്പോൾ യൂറിനിൽ പത കാണുന്നു, അവൻ്റെ കിഡ്നി പോയ ഡോക്ടർ എന്ന് വന്ന് ചോദിക്കും, എൻ്റെ കാലിനൊക്കെ നീരുണ്ട്. പലപ്പോഴും നമുക്കറിയാം ശരിക്കും നമ്മൾ വെയിറ്റ് കുറച്ചു ഈ കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ, കാലിന് മരപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമുക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും നമുക്ക് വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ വേണം. കൂടാതെ നമുക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ, നമുക്കറിയാം ഡയബറ്റീസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷുഗർ കൺട്രോൾ മാത്രമല്ല, ഷുഗർ നോർമലായി എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് കൺട്രോൾ ആയിരുന്നില്ല. നമുക്ക് BP കുറയണം, കൊളസ്ട്രോൾ കുറയണം, വെയിറ്റ് കുറയണം, അതുകൂടാതെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ണം കുറച്ച് നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് നമുക്ക് കാർഡിയാക് റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. താങ്ക് യു.